അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം കേട്ടോ. കുറേ നാളുകളായി ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനീറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൊച്ചിന് വേണ്ടിയിട്ടാണ്. ആക്ച്വലി കഴിഞ്ഞ ദിവസം ഞാൻ ലൈവ് ചെയ്തപ്പോഴേക്കും അനീറ്റ എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തിക്ക് ഇങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മിസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരത്തിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ അതിനകത്ത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ അതൊക്കെ ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനപ്പോ വിചാരിച്ചു എന്നാ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ അനീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോ അനീറ്റ ഹായ് ഹലോ. അപ്പൊ ഇന്ന് അനീറ്റയ്ക്ക് ഒരു വലിയ ബിഗ് ഹായ് പറയുന്നുണ്ട് കേട്ടോ. ആക്ച്വലി പുള്ളിക്കാരത്തി എൻ്റെ ബ്രദറിന്റെ കാറ്റഗിസം സ്റ്റുഡന്റ് കൂടിയാണ്. അപ്പോൾ സ്റ്റുഡന്റ് ആണെന്നല്ല, സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പോൾ അനീറ്റയ്ക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ ആണ് എടുത്തിരിക്കുന്നത്. മോയ്സ്ചറൈസർ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തേത് ഒരു എന്താ പറയാ വലിയ മേക്കപ്പ് വീഡിയോ അങ്ങനെയൊന്നുമല്ല. ഒരു നോർമൽ ദിവസം, അതായത് നോർമലായിട്ടുള്ള ഡേ വീട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് റെഡി ആവുന്നതെന്നുള്ളതിന്റെ ഒരു ചെറിയൊരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ. പിന്നെ ഒരു സൺസ്ക്രീനും കൂടി ഇടാം. അപ്പൊ സൺസ്ക്രീൻ ഇപ്പൊ വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഇടണമെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാടൊന്നുമില്ല, കുറച്ച് ഇച്ചിരി സൺസ്ക്രീനും കൂടി ഇട്ടാ എല്ലാരും പറയുന്നത് കേൾക്കാം. സൺസ്ക്രീന് നമ്മ വീട്ടിൽ നിൽക്കുമ്പോഴും നമ്മ രാവിലെ ഫ്രഷായി മുഖമൊക്കെ കഴുകി കഴിയുമ്പോഴേക്കും സൺസ്ക്രീൻ ഇടണം, മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ തേക്കണമെന്നൊക്കെ പറഞ്ഞേക്കാറുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ പൗഡർ ഇല്ലേ, സാധാ പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. എൻഷാൻഡറിന്റെ ഒരു ചാമിങ് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. നല്ല സ്മെല്ലാണ് ഈ പൗഡറിനൊക്കെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സാധാരണ നമ്മുടെ കോമ്പാക്റ്റോ അല്ലെങ്കിൽ നോർമൽ ഫൗണ്ടേഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ പൗഡർ ഇടുന്നത്. പൗഡർ ഇടുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു ഫ്രഷ് ഫീൽ പോലെ എനിക്ക് തോന്നും. ഞാനിങ്ങനെ എടുത്തിട്ട് ഫുള്ള് ഇങ്ങനെ തേച്ച് കളയും. എന്നിട്ട് വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഒരു സാധനം ഇടാൻ മറന്നുപോയി, ലിപ് ബാം ഇട്ടിട്ടുണ്ടായില്ല. ലിപ് ബാം നമ്മ വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിൽ എങ്ങനെ വന്നാലും നമ്മ ലിപ്സ്റ്റിക് ഇടും. അപ്പൊ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ എന്തെങ്കിലും ലിപ് ബാമോ ലിപ്പ് ഓയിൽ എന്തെങ്കിലും സാധനം അപ്ലൈ ചെയ്യണത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ ചുണ്ടൊന്ന് ഇച്ചിരി കൂടി ഒരു സോഫ്റ്റ് ആയിട്ടൊരു മോയ്സ്ചറായിട്ടൊക്കെ ഇരിക്കുമല്ലോ. ഇതിപ്പോ സ്റ്റൈൽ യൂണിയനിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. സ്റ്റൈൽ യൂണിയനിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതല്ല, ബ്രദറൊക്കെ വാങ്ങിച്ചാണ്. പുള്ളിയുടെ ഞാൻ അടിച്ചു മാറ്റിയതല്ല, അയാൾ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തിട്ട് പോന്നു. ഒരു ബെറി ലിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. പിന്നെ കണ്ണ് എഴുതാനായിട്ട് അടുത്ത സ്റ്റെപ്പ് കണ്ണ് എഴുതാൻ. വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മ പിന്നെ വലിയ ഇവിടെ ഡാർക്ക് സർക്കിളൊക്കെ ഇങ്ങനെ ഹൈഡ് ചെയ്യാനായിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാറില്ല. കാരണം വീട്ടിൽ സാധാരണ റെഡി ആവുന്ന സമയത്തുള്ളതല്ലേ. അപ്പൊ ഒന്ന് കണ്ണ് എഴുതാനായിട്ട് ഡാസ്ലറിന്റെ ഒരു ഐലൈനർ പെൻസിലാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ സംഭവം. സാധാരണ കൺമഷിയൊക്കെ നമ്മൾ കണ്ണിന്റെ അടിയിൽ എഴുതുമ്പോഴേക്കും എനിക്ക് കണ്ണിന്റെ അടിയിൽ കൺമഷിയൊക്കെ എഴുതി കഴിയുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവും. പിന്നെ അതുമല്ല എന്തോരം കഴുകിയാലും നമ്മ എന്തോരം കഴുകിയാലും ഫേസ് വാഷൊക്കെ ഇട്ട് കഴുകിയാലും അതിന്റെ ആ ഒരു സ്റ്റെയിൻ ഇവിടെ തന്നെയൊക്കെ ഉണ്ടാവും, കണ്ണിന്റെ അവിടെയൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഐലൈനർ പെൻസിൽ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മ കണ്ണ് തേച്ച് കഴിഞ്ഞ് പിന്നെ കഴുകി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ പോകും. അല്ല ഒരുപാട് ഇങ്ങനെ എണ്ണമയം പോലെ ഗ്രേസി ആയിട്ട് അങ്ങനെയൊന്നും ഇരിക്കുന്നില്ല. ഭയങ്കര ഇതായിട്ട് വേഗം പോയിക്കോളും നമ്മൾ കഴുകി കഴിഞ്ഞാലും. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ കണ്ണ് എഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താഴത്ത് സാധാരണ ഞാൻ താഴത്ത് അങ്ങനെ ചെയ്യാറില്ല. എപ്പോഴും ഐലൈനർ കൊണ്ട് തന്നെ മുകളിൽ മാത്രമേ എഴുതാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കണ്ണിന്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ നേരെ ലിപ്സിനകത്ത് ഞാനിപ്പോ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് കോംബോയാണ് ഈ ഒരു ഇത് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ് ലൈനറാണിത്. ഡാർക്ക് ചോക്ലേറ്റോ അങ്ങനെ എന്തോ ആയിട്ടാണ് ഇതിന്റെ ഷെയ്ഡ് തോന്നുന്നു. അതന്നെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്, ഡാർക്ക് ചോക്ലേറ്റിന്റെ ഷെയ്ഡാണിത്. പിന്നെ അതേപോലെ തന്നെ ഇത് മാസിന്റെ ലിപ്സ്റ്റിക് ആണ്.
മാർസിന്റെ ഖൂബ്സൂരത് കുച്ചിപ്പുടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണിത്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടുള്ള കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ തീർന്നു. ഇനി ഇത് തിരിച്ചിട്ട് വരാനായിട്ടൊന്നും ഇല്ല. ആകെ ഇത്രേ ഉള്ളൂ. ഇനി കണ്ടോ, ഇത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ തീർന്നു യൂസ് ചെയ്തിട്ട്. എനിക്ക് അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചപ്പോൾ മുതൽ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ഇടയ്ക്ക് ബ്ലഷ് ആയിട്ട് അപ്ലൈ ചെയ്യും. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തതിനകത്ത് ഞാൻ ഇത് ബ്ലഷ് ആയിട്ട് ഇടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്, ഈ ഒരു ലിപ്സ്റ്റിക്ക്. അതായത് നമുക്ക് ലിപ്പിൽ യൂസ് ചെയ്യാനായിട്ട് വളരെ ഇപ്പൊ ഇതേപോലെ എൻ്റെ ഒരു സ്കിൻ ടോൺ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരു അത്യാവശ്യം ഒരു ഡാർക്ക് സ്കിൻ ടോൺ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ലിപ് കോംബോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഡയറക്റ്റ് നമ്മൾ ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്കിത് അത്ര സ്യൂട്ട് ആവത്തില്ല. ഈ ഒരു നമ്മുടെ ചുണ്ടിൽ ഇത് അത്ര സ്യൂട്ട് ആവത്തില്ല. കണ്ടോ, ഇങ്ങനെ ഇത് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ആയിരിക്കണ പോലെയൊക്കെ തോന്നും, ഭയങ്കര ഓവറായിട്ടിരിക്കണ പോലെയൊക്കെ തോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലിപ് ലൈനറും കൂടെ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ശരിക്കും ഇത് ഒരു വർത്ത് ആയിട്ടുള്ള ഒരു ലുക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, നല്ലൊരു ലിപ് കോംബോ ആയിട്ടിരിക്കുന്നില്ലേ, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു കോംബോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് തന്നെ വീട്ടിലൊക്കെ നോർമലി സാധാരണ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ റെഡി ആകുമ്പോഴേക്കും ഈ ഒരു ലിപ്സ്റ്റിക്കും ഈ ഒരു കോംബോ തന്നെയാണ് യൂസ് ചെയ്യാറ്. മിക്കപ്പോഴും എന്നല്ല, എപ്പോഴും. ബാക്കി അല്ലാത്ത കളേഴ്സൊക്കെ ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് ഭയങ്കര ബ്രൈറ്റ് കളറായിട്ട് നിൽക്കുന്നില്ല, എന്നാൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നലും ഉണ്ടാവും. അങ്ങനത്തെ ഒരു കളറാണല്ലോ. ലാസ്റ്റ് ഒരു പൊട്ടും കൂടെ തൊട്ട് കഴിഞ്ഞാലേ ലുക്ക് എപ്പോഴും കംപ്ലീറ്റ് ആവുള്ളൂ. എനിക്ക് പൊട്ട് ഒരിടക്ക് ഞാൻ തൊടൂലായിരുന്നു, പക്ഷേ പിന്നെ തൊടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു പൊട്ടും കൂടെ തൊട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവും. ഈ ഒരു ലുക്കാണ് ഞാൻ സാധാരണ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ചെയ്യുന്നത്. കണ്ടില്ലേ, ശരിക്കും നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ മാത്രമല്ല, നമുക്കിപ്പോൾ അത്യാവശ്യം ചെറിയതായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഈ ഒരു ലുക്ക് നമുക്ക് ചെയ്യാം. നമ്മുടെ ഇഷ്ടമല്ലേ നമ്മ എങ്ങനെ ഒരുങ്ങണം എങ്ങനെ ഒരുങ്ങണ്ട എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലുക്ക് നമുക്ക് ചെയ്യുമ്പോൾ നമുക്കത് കംഫർട്ടാണെന്നാണെങ്കിൽ നമുക്ക് ഈ ലുക്കിൽ തന്നെ എവിടെ വേണമെങ്കിലും പോവാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ബൈ.